പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളിതാ അമ്മയെ ക്ഷണിക്കുന്നു. സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയുടെ മാധ്യസ്ഥത. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അത്ഭുതമായി, അടയാളമായി, രോഗസൗഖ്യമായി അങ്ങ് എഴുന്നള്ളണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ICUയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ മക്കൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു പരിപാലിക്കണമേ. അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെയും പ്രതീക്ഷയോടെയും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെ പോലും കൈവിടരുതേ. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. താണുപോയ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ. ആരാലും പരിഹസിക്കപ്പെടുവാനോ കുറ്റപ്പെടുത്തൽ അനുഭവിപ്പാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മക്കൾക്ക് എല്ലാവർക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ. കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഒന്നൊന്നായി തുറന്നു തരണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിരവധിയായ മക്കൾ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. എല്ലാവിധ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഓരോ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. മുൻപോട്ടുള്ള ജീവിതം ഇനി എങ്ങനെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അമ്മേ മാതാവേ, ആ മക്കൾക്കായി വഴികൾ തുറക്കണമേ. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. രോഗികളായ മക്കളുണ്ട്, കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്നവരുണ്ട്, സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, കലഹത്തിലും ഭിന്നതയിലും കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മേ, ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളിൽ അത്ഭുതമായി, അടയാളമായി അമ്മ കടന്നു വരണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കുകയും എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്യുന്നല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓടാനുകൂടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തണമേ. അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ.
അമ്മേ മാതാവേ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ. ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല. ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ്. അത് മനസ്സിലാക്കി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.